എനിക്ക് എൻ്റെ ഭാഗം എവിടെയാണ് ക്ലിയർ ചെയ്യേണ്ടത് ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടാകുന്നത് എനിക്ക് മാത്രമാണ്. നമസ്കാരം കൃത്യമായി കൊണ്ടുപോകുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ആ നമസ്കാര വിഷയത്തിൽ ചിലപ്പോ വലിയ സൂക്ഷ്മത വേണ്ടി വന്നിരുന്നില്ല. എന്നാൽ ആ മനുഷ്യൻ ചിലപ്പോ സംസാര വിഷയത്തിൽ വളരെ പരാജയപ്പെട്ട മനുഷ്യനായിരിക്കും. അപ്പൊ നമസ്കാര വിഷയത്തിൽ ആ സൂക്ഷ്മത നിലനിർത്തിക്കൊണ്ട് തന്നെ സംസാര വിഷയത്തിൽ സൂക്ഷ്മത കൊണ്ടുവരാൻ ഈ റമദാന് കൊണ്ട് എനിക്ക് സാധിക്കണം. അപ്പൊ എനിക്ക് എവിടെയാണോ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനുള്ള സാധ്യത നഷ്ടപ്പെട്ടു പോകുന്നത്, പടച്ചവനെ ഓർക്കുന്നതിൽ നിന്ന് എൻ്റെ മനസ്സ് എവിടെയാണോ വഴുതി വീണു പോകുന്നത്, ആ സ്ഥലത്ത് സൂക്ഷ്മതാബോധം കൊണ്ട് ഈ റമളാൻ മാസം ശക്തിപ്പെടുത്താൻ സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യാന്നറിയോ, നമ്മൾ ഈ റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ എല്ലാവരുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത എന്ന് പറയുന്നത് നന്മകൾ അധികരിപ്പിക്കുക എന്നുള്ളതായിരിക്കും. ധാരാളം നന്മ ചെയ്യുക എന്നുള്ളതായിരിക്കും. എങ്ങനെയാണ് കൂടുതൽ നന്മ ചെയ്യാൻ പറ്റുക, കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്താൽ എന്താ എങ്ങനെ ചെയ്യാൻ പറ്റുക, അതിന് എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട്, അതിനെങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രതിഫലങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് പലപ്പോഴും അന്വേഷിക്കാറുണ്ട്.